കേരളത്തിലെ മിക്കവാറും എല്ലാ തൊഴിൽ മേഖലകളിലും ഉത്തരേന്ത്യക്കാരായ തൊഴിലാളികളാണ് പണിയെടുക്കുന്നത്. അതുകൊണ്ടുതന്നെ ഹിന്ദി എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിലും സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം. ഹിന്ദി സംസാരിക്കാൻ നമുക്ക് മലയാളത്തിൽ പഠിക്കാം. ശ്രദ്ധിച്ചു കേൾക്കുക. നമസ്കാരം. പുതിയൊരു ഭാഷ പഠിച്ചെടുക്കുക എന്നത് വല്ലാത്തൊരു ആവേശമുള്ള കാര്യമാണല്ലേ, പ്രത്യേകിച്ചും ഹിന്ദി. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ എക്സ്പ്ലെയിനറിലൂടെ ഹിന്ദി വളരെ എളുപ്പത്തിൽ എന്നാൽ കൃത്യമായി എങ്ങനെ പഠിച്ചു തുടങ്ങാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പാണ്. യാതൊരു പേടിയും വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്കിത് തുടങ്ങാം. നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കേ, അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഹിന്ദി പഠനത്തിന്റെ ആദ്യ ചുവടുകൾ: വ്യക്തികളെ സൂചിപ്പിക്കുന്ന വാക്കുകൾ, സമയവും കാലവും, പിന്നെ ദിശകളും സ്ഥാനങ്ങളും. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം, ആദ്യ ചുവടുകൾ. ഹിന്ദി പഠിക്കാൻ തുടങ്ങും മുൻപ് നമ്മൾ മലയാളികൾക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. നോക്കൂ, ഏത് ഭാഷ പഠിക്കാനും ആദ്യം വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അത് കോൺഫിഡൻസ് മാത്രമാണ്. തെറ്റുപറ്റിപ്പോകുമോ എന്നൊരു പേടിയുണ്ടല്ലോ, അതാദ്യം തന്നെ അന്ന് മാറ്റിവെക്കണം. കാരണം തെറ്റുപറ്റിയാലും സംസാരിക്കാൻ ശ്രമിക്കുന്നത് മാത്രമാണ് ഭാഷ വേഗത്തിൽ പഠിച്ചെടുക്കാനുള്ള ഒരേയൊരു വഴി. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇനി നമ്മൾ മലയാളികൾക്കുള്ള ആ വലിയ ചീറ്റ് കോഡ് എന്താണെന്ന് പറയാം. ഇംഗ്ലീഷ് പോലെയല്ല കേട്ടോ. മലയാളത്തിൽ നമ്മൾ എങ്ങനെയാണോ വാചകങ്ങൾ സംസാരിക്കുന്നത്, കൃത്യം അതേ ഓർഡറിൽ തന്നെയാണ് ഹിന്ദിയിലും വാചകങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ പകുതി ടെൻഷൻ മാറും. ഈ സെയിം ഗ്രാമർ സ്ട്രക്ചർ നമുക്കൊരു വലിയ അനുഗ്രഹമാണ്. രണ്ടാമത്തെ ഭാഗം, വ്യക്തികളെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. അതായത് നമ്മളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും സംസാരിക്കാൻ ഏറ്റവും അത്യാവശ്യമായി വേണ്ട ചില കോർ പ്രൊനൗൺസ്. വളരെ ബേസിക്കായ 3 വാക്കുകൾ നോക്കാം. ഞാൻ എന്ന് പറയാൻ ഹിന്ദിയിൽ മേ, എനിക്കെന്നതിന് മുझे, അതുപോലെ എന്റെ എന്നതിന് മേര. വളരെ സിമ്പിളല്ലേ? നമ്മളൊരാളെ ആദ്യമായി പരിചയപ്പെടുന്നൊരു സാഹചര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഈ 3 വാക്കുകൾ മാത്രം മതിയാകും: മേ, മുझे, മേര. ഇത് മനസ്സിൽ നന്നായി ഉറപ്പിച്ചു വെച്ചോളൂ. ഇനി മറ്റൊരാളോട് ബഹുമാനത്തോടെ നിങ്ങൾ എന്ന് എങ്ങനെ പറയാം? അതിനാണ് നമ്മൾ ആപ് എന്ന് ഉപയോഗിക്കുന്നത്. ഹിന്ദിയിൽ തും എന്നും പറയാറുണ്ടെങ്കിലും നമ്മളെപ്പോഴും ആപ് എന്ന് പറഞ്ഞു തന്നെ ശീലിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് നമ്മളൊരു അപരിചിതനോടോ കടക്കാരനോടോ സംസാരിക്കുമ്പോൾ അതൊരു വല്ലാത്ത ബഹുമാനം കൊടുക്കും. ഈ ആപ്പ് എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മറ്റ് 2 വാക്കുകൾ കൂടി ഉണ്ടാക്കാം. നോക്കാമല്ലേ? നിങ്ങൾക്ക് എന്ന് പറയാൻ ആപ്കോ, അതുപോലെ നിങ്ങളുടെ എന്ന് പറയാൻ ആപ്ക. കണ്ടോ, വളരെ ലോജിക്കലായിട്ട് തന്നെ നമുക്കിത് കണക്ട് ചെയ്ത് പഠിക്കാം. ഇനി അവൻ അല്ലെങ്കിൽ അവൾ എന്ന് പറയാൻ നമ്മൾ വഹ് എന്നാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു പ്രായോഗികമായ ടിപ്പ് ഞാൻ തരാം. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ, അതായത് ഡെയിലി ലൈഫിൽ, വഹ് എന്നതിനു പകരം മിക്കവാറും ആളുകൾ വോ എന്നാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും വോ എന്ന് തന്നെ ഉപയോഗിച്ചോളൂ. അതാണ് കൂടുതൽ നാച്ചുറൽ. ഒരു വസ്തു നമ്മളിൽ നിന്ന് എത്ര ദൂരത്താണ് ഇരിക്കുന്നത് എന്നതനുസരിച്ച് ഈ വാക്കുകൾ മാറും. ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒന്നാണ്. തൊട്ടടുത്തുള്ള ഒന്നിനെപ്പറ്റി സംസാരിക്കാൻ ഇസ്ക എന്നും ദൂരെയുള്ളതിനെ സൂചിപ്പിക്കാൻ ഉസ്ക എന്നും ഉപയോഗിക്കുക. ഇസ്ക, ഉസ്ക. ഈ ചെറിയൊരു വ്യത്യാസം സംസാരത്തിൽ വളരെ പ്രധാനമാണ് കേട്ടോ. ഇനി നമ്മുടെ മൂന്നാമത്തെ ഭാഗം, സമയവും കാലവും. ദിവസങ്ങളെയും സമയത്തെയും കുറിച്ചൊക്കെ ഹിന്ദിയിൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ സംസാരിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ശരിക്കും രസകരമായ ഒരു കാര്യമുണ്ട്. ഇന്ന് എന്നതിനെ നമ്മൾ ആജ് എന്ന് പറയും. എന്നാൽ നമ്മൾ നാളത്തെ കാര്യം പറയുമ്പോഴും ഇന്നലത്തെ കാര്യം പറയുമ്പോഴും ഹിന്ദിയിൽ ഒരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ, അതാണ് കൽ. അതുപോലെ തന്നെ മിനിഞ്ഞാന്ന്, മറ്റന്നാൾ എന്നിവയ്ക്കാണെങ്കിൽ രണ്ടിനും പർസു. അപ്പം നിങ്ങൾക്ക് തോന്നും ഇതെങ്ങനെ മനസ്സിലാക്കുമെന്ന്, അല്ലേ? അത് നമ്മൾ പറയുന്ന ബാക്കി വാചകങ്ങളിൽ നിന്നാണ് കേൾക്കുന്നയാൾക്ക് മനസ്സിലാവുക. ഹിന്ദി ഭാഷയുടെ വളരെ സവിശേഷമായ ഒരു കാര്യമാണിത്. അപ്പോ ഒരു ദിവസത്തെ നമുക്ക് പലതായി തിരിക്കാം. രാവിലെ എന്നതിന് സുബഹ്, ഉച്ചയ്ക്കെന്നതിന് ദോപഹർ, വൈകുന്നേരത്തെ ഷാം, പിന്നെ രാത്രിയെ രാത് എന്നും പറയും. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഒരു താളമുണ്ടല്ലേ? ഇതിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. സുബഹ്, ദോപഹർ, ഷാം, രാത്. ഇത് കൂടെ ഒന്ന് പറഞ്ഞു നോക്കൂ. ഇനി നമ്മുടെ അവസാനത്തെ സെക്ഷനിലേക്ക് വരികയാണ്, ദിശകളും സ്ഥാനങ്ങളും. അതായത് നമ്മൾ സ്പേസിനെ എങ്ങനെ നാവിഗേറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഉദാഹരണത്തിന്, നിങ്ങളൊരു ഓട്ടോറിക്ഷയിൽ പോവുകയാണെന്ന് കരുതുക. വണ്ടി ഇവിടെ നിർത്താൻ പറയാൻ നിങ്ങൾക്ക് യഹാം അല്ലെങ്കിൽ
ഇധർ എന്നുപയോഗിക്കാം. നേരെ മറിച്ച് അവിടെ എന്ന് പറയാൻ വഹാം അല്ലെങ്കിൽ ഉധർ. ഇതെപ്പോഴും ജോഡികളായിട്ട്, അതായത് യഹാം വഹാം, ഇധർ ഉധർ ഇങ്ങനെ പഠിച്ചു വെക്കുന്നത് ഓർമ്മയിൽ നിൽക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ പൊസിഷൻ പറയുന്ന വാക്കുകൾ. മുകളിൽ എന്നു പറയാൻ ഊപ്പർ, താഴെ എന്നു പറയാൻ നീച്ചെ. ഇനി ഇതിന്റെ രണ്ടിന്റെയും നടുവിലാണൊരു സാധനം ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ബീച്ച് മേ എന്നു പറയും. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ചുറ്റുമിരിക്കുന്ന സാധനങ്ങൾ ഒന്ന് നോക്കിയിട്ട് ഈ വാക്കുകൾ വെച്ച് അവ എവിടെയാണ് ഇരിക്കുന്നതെന്ന് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കൂ. അത് നല്ലൊരു പ്രാക്ടീസാണ്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് പുതിയ വാക്കുകളെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എങ്കിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പഠിച്ച വാക്കുകൾ വെച്ച് എന്റെ പ്രഭാതം എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ നേരത്തെ പഠിച്ച മേര എന്ന വാക്കും സുബ എന്ന വാക്കും ഓർമ്മയുണ്ടോ? അതെ, അവ രണ്ടും ചേർത്ത് വെച്ചാൽ മതി, മേര സുബ. ഇങ്ങനെ നമ്മൾ തന്നെ ചെറിയ വാചകങ്ങൾ ഉണ്ടാക്കി തുടങ്ങുമ്പോഴാണ് ഭാഷ ശരിക്കും നമ്മുടെ സ്വന്തമാകുന്നത്. ചുരുക്കത്തിൽ ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ്. 1. തെറ്റുകൾ വരുത്താൻ യാതൊരു മടിയും കാണിക്കാതെ സംസാരിച്ചു തുടങ്ങുക. 2. മലയാളവും ഹിന്ദിയും തമ്മിലുള്ള ആ ഗ്രാമർ സാമ്യം മാക്സിമം പ്രയോജനപ്പെടുത്തുക. പിന്നെ 3-ാമത്തെ കാര്യം, നമ്മൾ ഇന്ന് പഠിച്ച ഈ ബേസിക് വാക്കുകൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് വലിയ മാറ്റം കാണാം. അപ്പൊ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കും മുൻപ് ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്, തെറ്റുകൾ വരുത്താൻ നിങ്ങൾ റെഡിയാണോ? ഈ ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം, ഹിന്ദി ഭാഷ ഇതിനോടകം തന്നെ നിങ്ങളുടേതായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായി പ്രാക്ടീസ് ചെയ്യുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. അടുത്ത സെഷനിൽ കാണാം.